ആന്റണി രാജു അയോഗ്യനായ വിവരം അറിയിച്ച് കേരള നിയമസഭ ഇപ്പോൾ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. തൊണ്ടി മുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെയാണ് ആന്റണി രാജു അയോഗ്യനായിരിക്കുന്ന MLA സ്ഥാനത്ത് നിന്ന് പ്രശാന്ത് കൃഷ്ണവരങ്ങളുമായി. പ്രശാന്ത്, സ്വാഭാവികമായൊരു നടപടിയാണ്. 3 വർഷം ശിക്ഷയാണ് ആന്റണി രാജുവിന്. മറ്റു വിവരങ്ങൾ എന്താണ്? നിയമസഭാ സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട് ഉത്തരവിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടോ? സാങ്കേതികമായ നടപടി മാത്രമാണ്. കാരണം നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ഉത്തരവ് 3 വർഷത്തേക്ക് ആന്റണി രാജുവിനെ അയോഗ്യനാക്കി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നപ്പോൾ തന്നെ ആന്റണി രാജു 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം അയോഗ്യനായി. പക്ഷേ നിയമസഭയ്ക്ക് ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം പ്രകാരം ഈ 1951 ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധികളുടെയും അടിസ്ഥാനത്തിൽ ഈ ആന്റണി രാജു നിയമസഭാംഗമായിരിക്കാൻ അയോഗ്യനാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നിയമസഭയുടെ 134 എന്ന് പറയുന്നത് തിരുവനന്തപുരം സീറ്റ് ഈ ദിവസം മുതൽ അതായത് വിധി വന്ന ദിവസം മുതൽ ഒഴിവ് വന്നു എന്ന ഒരു വിജ്ഞാപനമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒഴിവ് വന്നിട്ടുണ്ടെങ്കിലും നിയമസഭ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യമില്ല. കാരണം നിയമസഭയ്ക്ക് ഇനി കഷ്ടിച്ച് 6 മാസമില്ല. 6 മാസത്തിൽ മുകളിൽ കാലാവധി ഉണ്ടെങ്കിൽ മാത്രം ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി. അതുകൊണ്ട് തന്നെ ഇത് ഉപതെരഞ്ഞെടുപ്പ് നടത്താനല്ല, പക്ഷേ ഒരു സീറ്റ് ഒഴിവ് വരുമ്പോൾ ആ സീറ്റ് നിയമപ്രകാരം അറിയിക്കേണ്ട വിജ്ഞാപനം മാത്രമാണ്. അതായത് സാങ്കേതികമായ അയോഗ്യത വന്നു, അതിന് പിന്നാലെ ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. CPM സ്വാഭാവികമായിട്ട് ആ സീറ്റ് ഏറ്റെടുക്കുകയും ചെയ്യും. തീർച്ചയായും 6 വർഷത്തേക്ക് ആന്റണി രാജുവിന് ഇനി മത്സരിക്കാൻ കഴിയില്ല. കാരണം 2 വർഷമോ അതിന് മുകളിലോ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ, ഒരു ജനപ്രതിനിധിക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ 6 വർഷത്തേക്ക് ആ ജനപ്രതിനിധിക്ക് മത്സരിക്കാനാകില്ല. അങ്ങനെ വരുമ്പോൾ ആന്റണി രാജുവിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആന്റണി രാജുവിന് നിലവിൽ ഉള്ള ശിക്ഷാവിധി പ്രകാരം മത്സരിക്കാൻ അയോഗ്യതയുണ്ട്.